UDF 20-20 നേടും എന്ന് പറയുമ്പോഴും 16 എണ്ണത്തിലെ ഉള്ളിൽ അവർ പേടി കൂടാത്തൊരു ജയം കണക്കാക്കുന്നുണ്ട്. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? വേണ്ട വേണ്ട വേണ്ട. ഭരണ വിരുദ്ധ വികാരമുണ്ട് എന്ന പ്രചാരണത്തെ മറികടക്കാനായി എന്ന ആദ്യ യോഗത്തിൽ തന്നെ വിലയിരുത്തുന്നു CPM. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അങ്ങനെ CPM പ്രതീക്ഷിക്കുന്നത് മുന്നണി എന്ന നിലയിൽ 12 സീറ്റ് എങ്കിലും നേടും എന്ന്. 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ 20-20 നേടുമെന്ന് പറഞ്ഞപ്പോൾ പലരും ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത്രയൊക്കെ കൊട്ടിഘോഷിച്ചിട്ടും 1.25% വോട്ടും 3 സീറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നിന്ന് 20-20 സീറ്റ് ലഭിക്കും. നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി. ഇനി അടുത്ത തവണ നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അതാര് പറഞ്ഞു? എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. മലയാള മനോരമ തന്നെ നടത്തിയിട്ടുള്ള സർവേയിൽ കേരളത്തിലെ ഇന്നത്തെ LDF സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടത്. അല്ല, അങ്ങനെയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് കോൺഗ്രസിന് മേൽക്കൈ, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരു വോട്ട് എന്ന നിലയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കപ്പെട്ടത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. കേരളത്തിലെ LDFനെതിരായി ഒരു ഭരണവിരുദ്ധ വികാരം ഉൽപ്പാദിപ്പിക്കുക എന്നത് കോൺഗ്രസിന്റെ അജണ്ടയായിരുന്നു, UDFന്റെ അജണ്ടയായിരുന്നു. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് തക്കവണ്ണം അവരൊരു നെറേറ്റീവ് ഉണ്ടാക്കി. എല്ലാത്തിനും ഉത്തരവാദി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ്, കോൺഫറൻസ് ഹാൾ, ഇത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ആദ്യമൊക്കെ വീടുകളിൽ പോയപ്പോൾ ആളുകൾ നല്ല പ്രതികരണം നടത്തിയിരുന്നു. ഞങ്ങളുടെ പെൻഷൻ എന്താ മുടക്കിയത്? സപ്പളക്കോയിലെ പ്രശ്നം എന്താ ഉണ്ടായത്? എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. LDFനെ ജനങ്ങൾ അതിന്റെ പൂർണ്ണ വിശ്വാസതയിൽ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരാണ്. വീടുകളെ കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് അപ്പോ ആ രീതിയിൽ മാറ്റം ഈ ആളുകൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയാണ്. സ്വാഭാവികമായി സംസ്ഥാനത്ത് വോട്ട് ചെയ്യേണ്ടത് പിണറായി വിജയൻ പറയുന്നവർക്കാണോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികൾക്കാണോ വോട്ട് ചെയ്യേണ്ടത്? എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നുപോയതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ദേശീയ തലത്തിൽ BJPക്ക് ഒരു ബദൽ വരണമെങ്കിൽ അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കഴിയൂ എന്ന് പറയുമ്പോൾ മൂക്കിൽ തൊടാൻ 3 വലത്ത് വെക്കേണ്ട കാര്യമല്ലോ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നതാണ്, ആരാണ് നരേന്ദ്രമോദിയെ നേടുന്നത്? അതാണ് ഇവിടുത്തെ മറ്റൊരു ചർച്ചാ വിഷയം. ശരി, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. നരേന്ദ്രമോദിയെ നേരിടുന്നതിൽ CPMന്റെ പങ്കെന്ത്? എത്ര സീറ്റിലാണ് CPM BJPക്കെതിരായി മത്സരിക്കുന്നത്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിലാണ് BJPക്കെതിരായി CPM 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ വന്നിട്ടുള്ളത്? ഒരു സീറ്റിൽ പോലുമില്ല. ഞാനെന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റൂ? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ. BJPക്കെതിരെ ഒരു സീറ്റിൽ പോലും നേരിട്ട് മത്സരം നടത്താത്ത CPMന്റെ നേതാക്കന്മാർ കേരളത്തിൽ പറയുന്നത് നരേന്ദ്രമോദിക്ക് ബദൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാണ്. ഇത്തരത്തിലുള്ള പരസ്യവാചകങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തവരെയൊക്കെ എന്താ നമ്മൾ പറയുക? ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഇവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എത്ര സീറ്റാ ഉള്ളത്? 3 സീറ്റ്. എത്ര ശതമാനം വോട്ടാ ഉള്ളത്? 1.25% വോട്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെല്ലാം പെട്ടിക്കാതിരിക്കല്ലേ പൊട്ടന്മാര്. ഒരു ഉളുപ്പമില്ലാതെ ഇങ്ങനെയൊക്കെ പറയാൻ നരേന്ദ്രമോദിക്ക് ബദൽ ഞങ്ങളാണ്, പിണറായി വിജയനാണെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരല്ലേ അനിൽകുമാറെ? ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ.